നമസ്കാരം. ആശാഷോട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു ഓണക്കാലം കൂടി കഴിഞ്ഞുപോയി. ഓണക്കാലം എന്ന് പറഞ്ഞാൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓണപ്പൂക്കളവും ഓണസദ്യയും എല്ലാം കഴിഞ്ഞുപോയി. എന്നാൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഒരു കാര്യം കൂടെ നടക്കാനുണ്ട്. അതാണ് ഓണക്കളികൾ. ചെറിയ ചെറിയ കളികൾ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന ചെറിയ കളികൾ, കായിക പ്രധാനമല്ലാത്ത കളികളൊക്കെ ഓണാഘോഷത്തിൻ്റെ തിരുവോണത്തിനോട് അനുബന്ധിച്ച് തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. വലിയതായിട്ടുള്ള മത്സര കളികൾ പ്രധാനമാണ് മത്സര വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളിയും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും മറ്റും നടക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതൊക്കെ കായിക പ്രധാനമായിട്ടുള്ള കളികളാണ്. അതല്ലാതെ സ്ത്രീകളും കുട്ടികളും പങ്കെടുക്കുന്ന കായിക അധ്വാനം ആവശ്യമില്ലാത്ത കളികൾ ധാരാളമുണ്ട്. ഓണസമയത്ത് ഓണപ്പൂക്കള ഇടുമ്പോഴും ഓണത്തിൻ്റെ സദ്യാവട്ടത്തിന് അനുബന്ധിച്ചും ഈ കളികൾ നടക്കാറുണ്ട്. അങ്ങനെയുള്ള കളികളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുമുണ്ട്. ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് ഈ കളികളിലൊക്കെ. എനിക്ക് 2 പ്രാവശ്യം സമ്മാനത്തിന് അടുത്തെത്തി. കയ്യിൽ കിട്ടി എന്ന പോലെ ആയി, പക്ഷെ സമ്മാനം കിട്ടിയില്ല. അതിനെ പറ്റിയുള്ള കഥയാണ് ഇന്ന് പറയുന്നത്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് ബട്ടൺ കാണുകയാണെങ്കിൽ പ്രസ് ചെയ്യുവാനും താല്പര്യപ്പെടുന്നു. ഓണാഘോഷത്തോട് അനുബന്ധിച്ചുള്ള ചെറിയ ചെറിയ കളികൾ നമ്മളുടെ പരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ, സർക്കാർ ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും മറ്റും ഓണാഘോഷ പരിപാടി നടക്കുന്ന ദിവസം തന്നെ നടക്കാറുണ്ട്. അങ്ങനെയുള്ള കായിക പ്രധാനം അല്ലാത്ത കളികളിൽ പ്രധാനമാണ് കസരകളി. കസരകളികളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുക്കുന്നു. സ്ത്രീകൾക്കാകുമ്പോൾ അധികമായുള്ള കായിക അധ്വാനം ഇല്ലാത്ത കളിയാണ് കസേരകളി. വട്ടത്തിൽ കസേരകളിട്ട് അതിന് ചുറ്റും നടക്കുക, അടിച്ചുകൊണ്ടേയിരിക്കും. മണിയടി തീരുമ്പോൾ കസേരയിൽ ഇരിക്കുക. കസേര കിട്ടാത്തയാൾ കളിക്ക് വെളിയിലാകും. അതുപോലെ തന്നെ സമ്മാനപ്പൊതി കൈമാറുന്ന കളിയുമുണ്ട്. വട്ടത്തിൽ എല്ലാവരും നിന്ന് ഇതുപോലെ മണിയടിച്ചുകൊണ്ടേയിരിക്കും. സമ്മാനപ്പൊതി കൈമാറി കൈമാറി മണിയടി തീരുമ്പോൾ സമ്മാനപ്പൊതി ആരുടെ കയ്യിലാണോ ആ ആൾ ഔട്ടാകും. അങ്ങനെയുള്ള കളി നടക്കുമ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് സമ്മാനപ്പൊതി കളിയുടെ അവസാന റൗണ്ട് വരെ എത്തി. 2 പേർ മാത്രമായി സമ്മാനപ്പൊതി കൈമാറി കൈമാറി വന്ന് അവസാനം മണിയടി നിന്നപ്പോൾ സമ്മാനപ്പൊതി എൻ്റെ കയ്യിലായിപ്പോയി. അങ്ങനെ സമ്മാനം എനിക്ക് കിട്ടാതെ ഒരു നൊടിയുടെ വ്യത്യാസത്തിൽ വഴിമാറി പോയി. അതുപോലെയുള്ള മറ്റൊരു കളിയാണ് കണ്ണ് കെട്ടിയിട്ട് മൈതാനം പോലെയുള്ള സ്ഥലത്ത് വിട്ട് സുന്ദരിക്ക് ഒരു പൊട്ട് കൊത്തുക, അല്ലെന്നുണ്ടെങ്കിൽ മുകളിൽ കെട്ടിയിട്ടിരിക്കുന്ന കുടത്തിൽ അടിച്ചു പൊട്ടിക്കുക എന്ന കളികളൊക്കെ. സുന്ദരിക്ക് പൊട്ടുകൊത്തുക എന്നത് സാധാരണയായി നടക്കുന്ന കളിയാണ്. കണ്ണുകെട്ടി സ്ത്രീകളും കുട്ടികളും മറ്റും പങ്കെടുക്കുന്ന കളിയാണ്. സുന്ദരിയുടെ ചിത്രം വെച്ചിരിക്കും. നെറ്റിയിൽ പൊട്ട് കുത്തുന്ന സ്ഥാനത്ത് തന്നെ പൊട്ട് കുത്തണം. അത് കണ്ണ് കെട്ടി എല്ലാവരും കുത്തി വരുമ്പോൾ സുന്ദരിയുടെ മുഖത്ത് പല പ്രദേശങ്ങളിലായിരിക്കും പൊട്ട് കുത്തി വരിക. അങ്ങനെയുള്ള കളിയിൽ ഒരു വലിയ കമ്പ് വെച്ചിട്ട് നീളമുള്ള കോലുണ്ടായിരുന്നു കയ്യിൽ. കണ്ണ് കെട്ടി അങ്ങനെ മൈതാനത്ത് വിട്ടു. മുകളിൽ ഒരു കലം കെട്ടിയിട്ടുണ്ടായിരുന്നു. ഉറിയടി പോലെയുള്ള ഒരു കളിയായിരുന്നു. ഉറിയടിക്ക് കലം അടിച്ച് പൊട്ടിക്കുന്നത് പോലെ അടിച്ച് പൊട്ടിക്കണമായിരുന്നു. ഞാൻ അങ്ങനെ പോയിട്ട് എൻ്റെ കയ്യിലിരുന്ന കമ്പ് ഈ ഉറിയിൽ തൊട്ടത് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് ആഞ്ഞടിച്ച് അത് പൊട്ടിക്കാൻ പറ്റിയില്ല. അത് പൊട്ടാത്തതിനാൽ സമ്മാനം എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. അങ്ങനെ 2 പ്രാവശ്യവും സമ്മാനം കയ്യിൽ കിട്ടും എന്നുള്ള കണ്ടീഷൻ വന്നതിന് ശേഷം സമ്മാനം കൈവിട്ടുപോയി.
ഇനിയും കായിക പ്രധാനം കൂടുതലായിട്ടുള്ള കളിയാണ് വടംവലി മത്സരം. വടംവലി മത്സരം ഇല്ലാത്ത ഒരു ഓണാഘോഷം ഇല്ല. വടംവലി മത്സരം നടത്തുന്നത് സാധാരണയായി ചെറുപ്പക്കാരാണ്. കായിക പ്രധാനമാണ്. നല്ല ആരോഗ്യം ഉള്ളവർക്ക് മാത്രമേ വടംവലി വലിക്കുവാൻ പറ്റുള്ളൂ. നല്ല ബലമുള്ള വടം രണ്ട് സൈഡിലായി രണ്ട് ടീം അംഗങ്ങളിൽ നിന്ന് വലിച്ചിട്ട് ആരുടെ ഭാഗത്തേക്കാണോ വടം കൂടുതലായി പോകുന്നത് ആ ഭാഗത്ത് ഉള്ളവരാണ് ജയിക്കുക. അതിൽ ഞാൻ ഒരിക്കലും പങ്കെടുത്തിട്ടില്ല. കാരണം കായിക പ്രധാനമുള്ള കളിയാണ്. വടംവലി മത്സരത്തിൽ വടം വലിച്ചു പോകുമ്പോൾ നമ്മൾ താഴെ വീഴാനുള്ള സാഹചര്യം ഉണ്ട്. അതിനാൽ തന്നെ അങ്ങനെയുള്ള കളികളിലൊന്നും സാധാരണ സ്ത്രീകളും പ്രായമായവരും പങ്കെടുക്കാറ് പതിവില്ല. വീണ്ടും ഈ കളികളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് ജയിച്ചവർക്ക്. തീരെ ചെറുതാന്ന് പറഞ്ഞാലും ഒരു സമ്മാനം വാങ്ങിക്കുമ്പോൾ ഉള്ള സന്തോഷം ഏറ്റവും വലുതാണ്. ഇനിയാണ് ഉള്ള കാലത്താണ് നമ്മൾക്ക് കേരളത്തിൽ വളരെ മത്സര പ്രാധാന്യമുള്ള വള്ളംകളി മത്സരം നടക്കാനിരിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി ഉത്രട്ടാതി മത്സരവും ആണ്. നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ലോകപ്രസിദ്ധമായ വള്ളംകളി. നെഹ്റു സമ്മാനിച്ച ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള വള്ളംകളി ഓണാഘോഷത്തോട് അനുബന്ധിച്ച് നടക്കുന്നതാണ്. എന്താന്ന് പറഞ്ഞാലും നമ്മൾ ഓണം ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ അത് 10 ദിവസം മാത്രമല്ല, 10 ദിവസത്തിലും കൂടുതലായി മാസങ്ങളോളം നീണ്ടുപോകുന്ന ഒരു ആഘോഷമായി പോന്നു. ഈ ആഘോഷം എല്ലാവരും, കേരളത്തിലുള്ളവര്, ലോകമെമ്പാടും ഉള്ള മലയാളികളുടെ ഒരു കൂട്ടായ്മയും അതോടൊപ്പം കളികളും ഊണും പായസവും സന്തോഷവും ആയിട്ടുള്ള ഒരു കാലമാകുന്നു. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.